1202 ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. മൂലം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. മനോദുഃഖങ്ങൾ മാറിക്കിട്ടുന്നു. ഏത് രീതിയിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ദമ്പതിമാർ തമ്മിലുള്ള വഴക്കും പരാതികളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അകന്നു ജീവിച്ച ദമ്പതിമാർ തമ്മിൽ ഒന്നിക്കുന്നതിന് സാധിക്കുന്നു. പല വഴികളിലൂടെ ധനലാഭം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പാഴ്ചെലവുകൾ ഉള്ളത് നിയന്ത്രിച്ചാൽ വളരെയധികം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അമ്മയ്ക്കുള്ള പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറിക്കിട്ടുന്നു. കുടുംബത്തിൽ ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നു. കുടുംബത്തിൽ സമാധാനവും സൗഖ്യവും ലഭിക്കുന്നു. ചില സംരംഭങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഠിനമായ രോഗങ്ങളുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും സാധിക്കുന്നു. അതുപോലെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കി കിട്ടുന്നു. മക്കൾക്കുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും വിദ്യാഭ്യാസത്തിനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ചിലർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതായത് ഇന്റർവ്യൂ പോലെ മറ്റെല്ലാ കടമ്പകളും കടന്ന് നിയമന ഉത്തരവിന് കാത്തിരിക്കുന്നവർക്ക് നിയമന ഉത്തരവ് വരാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാനഹാനി വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ഒരു ശ്രദ്ധ ആവശ്യമാണ്. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടരുത്. പ്രാർത്ഥനകളും പൂജനങ്ങളും ഉപാസനകളും ഉപാസന ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരിക്കലും മുടക്കം വരുത്തരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി മൂലനക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 5 വയസ്സ് വരെയുള്ള മൂലനക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. ചില മൂലനക്ഷത്രക്കാരുടെ വീട്ടിൽ നിന്നും പല സാധനങ്ങളും മോഷണപ്പെട്ടു പോകുവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ രേഖകളും മറ്റുമൊക്കെ വിലപ്പെട്ട രേഖകളൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുക. വീട്ടുകാരുടെ എടുത്തു ചാടിയുള്ള ചില പ്രവൃത്തികൾ മൂലം വഴക്കും വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അതുമൂലം ചില കഷ്ടതകൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. സ്വന്തം ഭവനത്തിൽ നിന്ന് മാറി വേറെ എവിടെയെങ്കിലും താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസമാണ് ചിലർക്ക് പറയുന്നത്. എന്തൊക്കെ ആയാലും വിദ്യാഭ്യാസം തുടരാനായിട്ട് ഇവർക്ക് സ്കൂളിൽ ചേരുന്നതിനും തുടർന്ന് പഠിക്കുന്നതിനൊക്കെ സാധിക്കുന്നു. അതിനൊരു തടസ്സവും കാണുന്നില്ല. ചില രോഗങ്ങൾ ചെറിയ രീതിയിൽ വരാം. ഈ സമയം കേസുകൾ ഒന്നും വീട്ടുകാർ നടത്തുന്നത്, പുതിയതായിട്ട് കേസുകൾ തുടങ്ങുന്നത് കാലം യോജിച്ചതല്ല. എന്നാൽ നിലവിൽ കേസുകൾ ഉണ്ടെങ്കിൽ വിജയസാധ്യത ഉണ്ടാകും. 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ ധനവും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായി ഉയർച്ചയാണ് ഇവിടെ കാണുന്നത്. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. കണ്ണിലും വയറ്റിലും ചില രോഗങ്ങൾ ചിലർക്ക് വന്നേക്കാം. അതുപോലെ ഭൂമി വീട്ടുകാർക്ക് ലഭിക്കുന്നതിനും വീട് ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. കൃഷിക്കാർക്ക് അത്ര നല്ല ഒരു കാലഘട്ടമല്ല. ചില നാശനഷ്ടങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇഷ്ടപ്പെട്ട വിദ്യാഭ്യാസം നേടാനായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. ചിലർക്ക് തൊഴിൽ ലഭിക്കുവാനും ഒരു ഭാഗ്യം ഈ സമയം കാണുന്നുണ്ട്. ചിലർക്ക് അതുപോലെ തന്നെ അവർക്കൊരു വാഹനം ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. പുരാവസ്തു കിട്ടുന്നതിന് ഒരു യോഗമുണ്ട്. അതായത് വളരെ വിലപ്പെട്ട വസ്തുക്കൾ പലതും ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അത് നിധി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. നിധി കിട്ടും എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിധി കിട്ടുമെന്നുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് അത്തരം ഇടപാടുകളിലൊന്നും ചെന്ന് ചാടരുത്. അതൊന്നും ലഭിക്കുന്നതല്ല. ഇത് നിങ്ങൾ വാങ്ങിക്കുന്ന വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പുരാതനമായ പാരമ്പര്യമായിട്ട് കിട്ടിയ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് വിലപ്പെട്ട പഴയ രേഖകൾ, അതായത് ചെമ്പ് പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, ചിലപ്പം സ്വർണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 25 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള മൂലനക്ഷത്രക്കാർക്ക് അവർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമായിട്ടുള്ള ഒരു കാലമല്ല. ചില മൂലനക്ഷത്രക്കാർക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല. ചിലവുകൾ കൂടാം. ആയതിനാൽ ധനപരമായി ഒരു അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഉദ്യോഗസ്ഥനാണെങ്കിൽ മേലധികാരികളുടെ കോപത്തിന് ഇരയാകാൻ ഒരു സാധ്യതയുള്ള സമയമാണ്. ശ്രദ്ധിക്കുക. ആയതിനാൽ നിങ്ങളുടെ തൊട്ടു മുകളിലുള്ള അധികാരിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക.
ആർക്കും നിങ്ങൾ ഈ സമയം വലിയ വലിയ തുകകളൊന്നും ആർക്കും കടം കൊടുക്കരുത്. ചെറിയ തുകകൾ മാത്രമേ കൊടുത്താവൂ. കാരണം ഇത്തവണ കൊടുക്കുന്ന തുകകളൊന്നും തിരിച്ചു കിട്ടുന്നതല്ല. ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ കൂടുതലും ജ്വരം അല്ലെങ്കിൽ മുറിവുകളൊക്കെ വരാനൊരു സാധ്യതയാണ്. സുഹൃത്തുക്കളുമായി വിരോധത്തിന് ഒരു സാധ്യത കാണുന്നതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവരുമായിട്ട് യാതൊരു തരത്തിലും പിണങ്ങരുത്. അതുപോലെ ചതുവ് പറ്റാൻ സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ രഹസ്യങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം. സുഹൃത്തുക്കളുമായിട്ടും ആരുമായിട്ടും രഹസ്യങ്ങൾ പങ്കുവെക്കരുത്. 31 വയസ്സ് മുതൽ 41 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാമ്പത്തിക അച്ചടക്കം പാലിച്ചവർക്ക് ഏറെ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലിൽ വളരെയധികം പുരോഗതി നേടുന്ന ഒരു സമയമാണിത്. വ്യാപാര മേഖലയിലാണെങ്കിലും ധാരാളം ധനം ലഭിക്കുന്നതിനുള്ള ഒരു ഗുണകരമായ സമയമാണ്. ചിലർക്ക് വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിനൊക്കെ ഈ സമയം യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. അത് രക്തത്തിലെ ചില മിനറൽസിന്റെ കുറവുകൾ മൂലമുള്ള രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ പിത്തരസത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലവും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം. ചിലർക്ക് ശത്രുക്കളുടെയും അസൂയാലുക്കളുടെയും ചില ആക്രമണങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചിലർക്ക് തൊഴിൽ സംബന്ധിച്ച് പ്രൊമോഷൻ ലഭിച്ചേക്കാം. ചിലർക്ക് പുതിയ വ്യാപാരം തുടങ്ങുന്നതിനും സാധ്യത കാണുന്നുണ്ട്. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു. അതിനാൽ ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്. ചില മൂല നക്ഷത്രക്കാർ വിദേശ രാജ്യങ്ങളുമായി വ്യാപാരം നടത്താനും ഉള്ള യോഗം കാണുന്നുണ്ട്. കൂടുതലും കയറ്റുമതിയാണ് കാണുന്നത്. ഭൂമി വാങ്ങുവാൻ യോഗമുള്ളതായി കാണുന്നു. ഈ സമയത്ത് ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ ശ്രമിക്കണം. നിങ്ങളെ എപ്പോഴും വെള്ളം പൂശുന്നവരെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 41 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ചില ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർക്കാണ്, ചില മൂല നക്ഷത്രക്കാർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. കൂടുതലും വയറ് സംബന്ധിച്ച അവയവങ്ങളുടെ സർജറിയാണ് കാണുന്നത്. അപ്പൻഡിക്സ്, ഹെർണിയ, പൈൽസ് തുടങ്ങിയവയാണ് കാണുന്നത്. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. കേസുകൾ കോടതിയിൽ നടക്കുന്നുവെങ്കിൽ വിജയം ഉണ്ടാകേണ്ട സാധ്യത കൂടുതലാണ്. അവർക്ക് തന്നെ വിജയം ലഭിക്കാം. ശത്രുക്കളെയും അസൂയാലുക്കളെയും അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. ചില അസുഖങ്ങൾ നിസാരമായി നമ്മൾ കണക്കാക്കാമെങ്കിലും അത് ചിലപ്പോൾ വേഗം തന്നെ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ചികിത്സ തേടുന്നത് നല്ലതായിരിക്കും. എല്ലാവരോടും ഒരു ഐക്യം കാണിക്കുന്നത് നല്ലതാണ്. എന്നാൽ ചിലരോട് ഇടപെടുമ്പോൾ ഒരു വിവേചന ബുദ്ധി അത്യാവശ്യമാണ്. അവിചാരിതമായ ചില ആപത്തുകൾ വരാമെങ്കിലും കരുതി ഇരിക്കുന്നവർക്ക് അത് പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. ചതിക്കുന്നവരെയും അസൂയാലുക്കളെയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവർ അവസരം കാത്തിരിക്കുന്നതാകുന്നു നിങ്ങളെ തരം താഴ്ത്തുന്നതിലേക്ക് വേണ്ടി. അതുപോലെ തൊഴിൽ സംബന്ധിച്ച് ചില മേഖലകളിൽ നിങ്ങൾക്ക് അധ്വാനം കൂടുതലായിരിക്കാം. 47 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള മൂലം നക്ഷത്രക്കാർക്ക് ബുദ്ധിശൂന്യത വരുന്ന ഒരു കാലമായതിനാൽ കാര്യങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനിക്കുക എന്നതായിരിക്കും നല്ലത്. വെപ്രാളം എടുത്തുചാട്ടം കാണിക്കരുത്. ആരോടും വാക്കുകൊണ്ടുപോലും ഒരു വാഗ്ദാനം ഈ സമയം നടത്തരുത്. അത് നിങ്ങൾക്ക് വിനയായി മാറുന്നതാണ്. ആലോചിക്കാതെ എടുത്തുചാടി ഒരു ഇടപാടും, അതായത് വസ്തുവകകളാണെങ്കിലും പണമാണെങ്കിലും ഈ സമയം നടത്തുന്നത് നല്ലതല്ല. വളരെ പരിശ്രമിച്ചാൽ ധനവും സമാധാനവും കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ്. ചിലർക്ക് അന്യദേശവാസം കാണുന്നുണ്ട്. ധാരാളം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് യോഗം കാണുന്നുണ്ട്. ശരീരത്തിന് ബലക്ഷയം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് പ്രമേഹത്തിന്റെ ഫലമായി പുണ്ണുകൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. മോഷ്ടാക്കളെയും ചതിയന്മാരെയും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്നിരുന്നാലും ധനത്തിനും മറ്റ് ഐശ്വര്യങ്ങൾക്കും കുറവൊന്നും വരുന്നില്ല. ചിലർക്ക് അന്യദേശവാസമാണ് ഈ സമയം കാണുന്നത്. കൃഷിഭൂമി വാങ്ങുന്നതിന് യോഗം കാണുന്നു. ദമ്പതിമാർക്ക് ആർക്കെങ്കിലും ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. 65 വയസ്സ് മുതൽ 81 വയസ്സ് വരെ അതിന് മുകളിലോട്ടുള്ള മൂലം നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ആദായം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളൊരു സംരംഭകനാണെങ്കിൽ മികച്ച ഒരു സാമ്പത്തിക നേട്ടം വ്യാപാരത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും അനുകൂലമായ ചില നേട്ടങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ മുടങ്ങിക്കിടക്കുന്ന ആ പദ്ധതികളിൽ ധനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സമാധാനം, ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കാം. ലഭ്യമാകേണ്ടിയിരുന്ന ഭൂമി ലഭിക്കും. ചിലർക്ക് ബഹുമതിയും അവാർഡുകളും ലഭ്യമാകാം. അന്യ ആൾക്കാരിൽ നിന്നും അപ്രതീക്ഷിതമായ ധനം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. നാൽക്കാലികളിൽ നിന്നും ആദായം കുറയാം. ആയതിനാൽ ആ വ്യാപാരത്തിന് പറ്റിയ ഒരു സമയമല്ല. ആ വ്യാപാരം തുടങ്ങുന്നതിന് പറ്റിയ ഒരു സമയമല്ല. മദ്യപാനിയാണെങ്കിൽ അത് നിമിത്തമുള്ള സാമ്പത്തികപരമായും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ലോട്ടറി ടിക്കറ്റ് വലിയ തുക ചിലവാക്കി സമ്പത്തെല്ലാം ദൂർത്തടിച്ച് എടുക്കുന്നത് നശീകരണത്തിലേക്ക് പോകുന്നതാണ്.
ഉറ്റ ബന്ധുക്കളുടെ വിയോഗം വരുവാൻ ഒരു സാധ്യത കാണുന്നു. കാർഷിക മേഖലയിൽ നിന്നും ധനം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. ഞാനിവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ബുധൻ ഗുരു യോഗം കർക്കിടക രാശിയിൽ നടക്കുന്നതിനാൽ ബുദ്ധിശക്തിയെയും സാമ്പത്തിക പുരോഗതിയെയും അതുപോലെ തന്നെ സംസാരശേഷിയെല്ലാം വളരെയധികം മെച്ചപ്പെടുത്തുന്ന ഒരു യോഗമാണ്. വ്യക്തിക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അറിവും വിവരങ്ങൾ ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു കഴിവും ലഭിക്കുന്നു ഈ യോഗം മൂലം. അതുപോലെ നല്ലൊരു പ്രഭാഷകനാകാൻ സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരു കഴിവ് ലഭിക്കുന്നതിനാൽ നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു. ധനനേട്ടം ഉണ്ടാകുന്നു. കരിയറിലും ബിസിനസ്സിലും വലിയ നേട്ടങ്ങളും സാമ്പത്തിക സ്ഥിരതയും കൈവരിക്കാൻ സാധിക്കുന്നു. കലയിലും സംഗീതം, കലയായിട്ടുള്ള സംഗീതം, നൃത്തം, സാഹിത്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും, കലയുടെ എല്ലാ മേഖലകളിലും കൊച്ചുകുട്ടികൾ വരെ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇതിലുള്ള ആൾക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. എല്ലാവരോടും സ്നേഹമായിട്ടുള്ള ഒരു പെരുമാറ്റവും നല്ലൊരു സ്വഭാവവും ധർമ്മിഷ്ഠമായ ജീവിതവും നയിക്കാൻ സാധിക്കുന്നു. പൊതുവെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നു. ചിങ്ങ രാശിയില് സൂര്യകേതു യോഗം നടക്കുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്നാ പറയും. ഇതൊരു മോശപ്പെട്ട യോഗമാണ്. ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഇച്ഛാശക്തിയെ വളരെയധികം മോശമായി ബാധിക്കുന്നു. വയറു സംബന്ധമായ പല അസുഖങ്ങളും ഉണ്ടാകാം. അതുപോലെ ഭയങ്കരമായ തലവേദനകൾ ഉണ്ടാകാം. ഊർജ്ജക്കുറവ്, ശേഷിക്കുറവ്, മടി എന്നിവ വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിൽ, അതായത് ബിസിനസ്സിലും കരിയറിലൊക്കെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അതിന് പറ്റാത്ത മനസ്സിൽ സംഘർഷവും ആശയക്കുഴപ്പവും ഉണ്ടാകാം. അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നും ആരോടും ഈ സമയം ചെയ്യരുത്. അതുപോലെ തന്നെ ആരോടും വാക്ക് തർക്കങ്ങളും കോപവും ഉണ്ടാകരുത്. ചന്ദ്രശുക്ര യോഗം നടക്കുന്നതിനാൽ കന്നി രാശിയിലാണ്. അത് വ്യക്തിയുടെ മനസ്സിനെയും സാർഗാത്മികതയെയും എല്ലാം, ജീവിതത്തിന്റെ പുരോഗതിയെല്ലാം നല്ല രീതിയിൽ ഗുണകരമായി സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണിത്. കന്നി രാശി ബുധന്റെ വീടാണ്. ശുക്രൻ അവിടെ നീചസ്ഥാവസ്ഥയിലാണ് കാണുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മിക മേഖലയിൽ കുട്ടികൾ കഴിവ് പ്രകടിപ്പിക്കുകയും അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നിരുത്സാഹപ്പെടുത്തരുത്. ഇതില് നിലവിലുള്ള കലാകാരന്മാർക്ക് ഏറെ ഗുണം കിട്ടുന്ന സമയമാണ്. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കി അവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടാകുന്നതും ഈ യോഗം മൂലം നൽകുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു. ഇപ്പൊ ടൈം ബോണ്ടായിട്ട്, അതായത് ഇപ്പം ഒരു കോൺട്രാക്ട് വർക്കായിരുന്നാലും പ്രോജക്ട് വർക്കായിരുന്നാലും കൃത്യസമയത്തിന് മുമ്പ് തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തിത്വ ശുചിത്വം നല്ല രീതിയിൽ പാലിക്കുന്നതായി സാധിക്കുന്നു. അതുപോലെ വീടും പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിക്കാനും ഈ യോഗം മൂലം സാധിക്കുന്നു. സ്നേഹവും പ്രണയവും മാത്രം ഒരു ന്യൂനത ഇവിടെ വരുന്നതിനാൽ സ്നേഹം പ്രണയവും ആത്മാർത്ഥയാണെങ്കിൽ തന്നെയും കന്നി രാശിയില് ശുക്രന് ബലക്ഷയം മൂലം ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് മാനസിക സംഘർഷം ഉണ്ടാകുന്നത് കൊണ്ടാണ് അത് വരുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വരുന്ന ചിങ്ങമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.